ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണം സുന്ദരകാന്ഡം 35-ാമത്തെ സർഗത്തിലെ 23-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കാനുള്ളത്, അതായത് രണ്ടാമത്തെ വീഡിയോ. പ്രാതാജതസ്യ ദ്വൈമാത്ര സൗമിത്രീരപരാജിത അനുരാഗേണ രൂപേണ ഗുണൈശ്ചൈവ തഥാവിധ. അദ്ദേഹത്തിൻ്റെ ചെറിയമ്മയുടെ പുത്രനും സഹോദരനുമായ സൗമിത്രി അജയ്യനും സ്നേഹം, രൂപസൗഭാഗ്യം, ഗുണങ്ങൾ എന്നിവയിൽ രാമന് തുല്യനും ആകുന്നു. ദ്വൈമാത്ര ജനകമാതാവായ സുമിത്രയ്ക്ക് പിറന്ന ലക്ഷ്മണൻ ഇണപിരിയാതെ ശ്രീരാഘവനോട് വളർന്നതിനാൽ അവരെ വളർത്തിയ കൗസല്യാണ് മറ്റൊരു മാതാവ്. താവുപോ നരശാർദൂലോ ത്വദ്ദർശന സമുത്സുകോ വിചിന്നന്തോ മഹിം കൃഷ്ണാം അസ്മാഭീരഭിസംഗതോ. പുരുഷശ്രേഷ്ഠന്മാരായ അവർ ഭൗതിയെ കണ്ടെത്താനുള്ള ഔത്സുക്യത്തോടെ എല്ലാ ദിക്കിലും തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അവരെ കണ്ടു. ത്വമേവ മാർഗമാണൗതോ വിചരന്തോ വസുന്ധരാം ദദർശതോ മൃഗപതിം പൂർവജേനാവരോപിതം. ദൃശ്യമോഘസ്യ പൃഷ്ടേതു ബഹുപാദവസങ്കുലേ പ്രാദുർഭയാർത്ഥമാസീനം സുഗ്രീവം പ്രിയദർശനം. ജ്യേഷ്ഠനാൽ അപമാനിക്കപ്പെട്ടവനും ജ്യേഷ്ഠനെ പേടിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവനും ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ വൃക്ഷനിബിഡമായ താഴ്വരയിൽ പകരം ചെയ്യാനാവാതെ ഒളിച്ചിരിക്കുന്നവനുമായ വാനരരാജാവ് സുഗ്രീവനെ ഭൗതിയെ തിരഞ്ഞ് അലഞ്ഞു നടക്കുന്ന ആ രണ്ടുപേരും മംഗളപ്രദമായൊരു കാഴ്ചയായി കണ്ടെത്തി. വയന്തോ ഹരിരാജം തം സുഗ്രീവം സത്യസങ്കരം പരിചര്യാസ്മഹേ രാജ പൂർവജേനാവരോപിതം. ജ്യേഷ്ഠൻ രാജ്യത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ സത്യസന്ധനും വാനരരാജാവുമായ സുഗ്രീവനെ ഞങ്ങൾ സേവിച്ചു കൊണ്ടിരുന്നു. തതസ്ഥോ ചീരവസനോ ധനുപ്രവരവാണിനോ ഋഷ്യമോഘസ്യ ശൈലസ്യ രമ്യം ദേശമുപാഗതോ. അപ്പോൾ മരവുരി ധരിച്ച് വൻവില്ലുകളേന്തിയ രണ്ടുപേരും ഋഷ്യമുഖാജലത്തിൻ്റെ മനോഹരമായ ഭാഗത്തെത്തി. സദോ ദൃഷ്ട്വാ നരവ്യാഗ്രോ ധന്യനോ വാ നരർഷഭ അഭിപ്ലുതോ ഗിരേസ്തസ്യ ശിഖരം ഭയമോഹിത. ആ വാനരശ്രേഷ്ഠൻ പുരുഷശ്രേഷ്ഠന്മാരും പില്ലാളികളുമായ ഇരുവരെയും കണ്ട് ഭയസംഭ്രാന്തനായി ആ പർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് കുതിച്ച് ഓടിക്കയറി. തതസ്സാ ശിഖരേ തസ്മിൻ വാനരേന്ദ്രോ വ്യവസ്ഥിത തയോ സമീപം മാമേവ പ്രേഷയാമാസ തത്വരം. വാനരാജൻ അവിടെയിരുന്ന് അവരുടെ അടുത്തേക്ക് വേഗം എന്നെ പറഞ്ഞയച്ചു. താവഹം പുരുഷവ്യാക്രോ സുഗ്രീവ വദനാത് പ്രഭു രൂപലക്ഷണ സമ്പന്നോ കൃതാഞ്ജലിരുപസ്ഥിത. സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് ഞാൻ രൂപലക്ഷണയുക്തരും പുരുഷോത്തമന്മാരുമായ ആ പ്രമുഖന്മാരുടെ മുന്നിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് വിവരം അറിയിച്ചു. തൗ പരിജ്ഞാത തത്വാർത്ഥോ മയാ പ്രീതി സമന്വിതോ പൃഷ്ടമാരോപ്യതം ദേശം പ്രാപിതോ പുരുഷർഷവോ. കാര്യത്തിൻ്റെ സത്യാവസ്ഥ കേട്ട് സംതൃപ്തരായ അവരെ ഞാൻ ചുമലിലെടുത്ത് സുഗ്രീവ സന്നിധിയിൽ എത്തിച്ചു. നിവേദിതോ തത്വേന സുഗ്രീവായ മഹാത്മനെ തയോരന്യോന്യ സംലാഭാത് വൃഷം പ്രീതിരജായത. മഹാത്മാവായ സുഗ്രീവന് രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി. സംഭാഷണത്താൽ രണ്ടുപേർക്കും തമ്മിൽ അത്യധികം വിശ്വാസം ജനിച്ചു. തതസ്ഥോ പ്രീതിസമ്പന്നോ ഹരീശ്വര നരേശ്വരോ പരസ്പര കൃതാശ്വാസോ കഥയാ പൂർവവൃത്തയാ. വാനരേന്ദ്രനും നരേന്ദ്രനും പൂർവകഥകൾ പറഞ്ഞ് സമാധാനിച്ച് പ്രീതരായി തീർന്നു. തതസ്സാ സാന്ത്വയാമാസ സുഗ്രീവം ലക്ഷ്മണാഗ്രജ സ്ത്രീഹേതോർവാലിന ഭ്രാത്ര നിരസ്തം പുരുതേജസ. അതിപരാക്രമശാലിയായ സഹോദരൻ ബാലി സ്ത്രീ കാരണമായി സുഗ്രീവനെ നാട്ടിൽ നിന്നും ഓടിച്ചിരുന്നു. അതിൽ ദുഃഖിതനായ വാനരാധിപനെ രാമൻ സമാധാനിപ്പിച്ചു. തതസ്ത്വന്നാശജം ശോകം രാമസ്യ ഹൃഷ്ടകർമ്മണ ലക്ഷ്മണോ വാനരേന്ദ്രായ സുഗ്രീവായ നിവേദയാത്. അപ്പോൾ ലക്ഷ്മണൻ ക്ലേശരഹിതമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കരുത്തുള്ള ശ്രീരാമന് ഭൗതിയുടെ വിരഹത്തിലുണ്ടായ ദുഃഖത്തിൻ്റെ കഥ സുഗ്രീവനോട് പറഞ്ഞു. തശ്രുത്വാ വാനരേന്ദ്രസ്തു ലക്ഷ്മണേനേരിതം വജ തഥാസേ നിഷ്പ്രഭോത്യർത്ഥം ഗ്രഹഗ്രസ്ത ഇവാംശുമാൻ. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് വാനരവീരൻ രാഹുഗ്രസ്തനായ സൂര്യനെ പോലെ ഏറ്റവും നിഷ്പ്രഭനായിട്ട് തീർന്നു.
തതസ്ത്വദ്ഗാത്രശോഭീനി രക്ഷതാ ഹ്രിയമാണയ യാന്യാവരണജാലാനി പാതിതാനി മഹീതലേ താനി സർവാണി രാമായ ഹാനീയ ഹരിയൂതപാഹ സംഹൃഷ്ടാ ദർശയാമാസുർഗതിം തൂ ന വിദുസ്തവ. പിന്നെ ഭൗതിയുടെ ശരീരത്തിൽ പ്രശോഭിച്ചു കൊണ്ടിരുന്നവയും രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഭൗതി വസ്ത്രാഞ്ചലത്തിൽ കെട്ടി താഴോട്ടിട്ടതുമായ ആഭരണങ്ങളെല്ലാം വാനരവീരൻ സന്തോഷത്തോടെ എടുത്തുകൊണ്ടുവന്ന് രാമന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു. ഭവതി ഏതുവഴി എവിടെ എത്തി എന്ന കാര്യം മാത്രം അറിഞ്ഞില്ല. താനി രാമായ ദത്താനി മയൈവോ ബഹൃദാനി ജ സ്വനവന്ധ്യവകീർണാനി തസ്മിൻ വിഗതചേതസി. കിൽക്കത്തോടെ താഴെ വീണ് ചിതറിയവയും ഞാൻ തന്നെ എടുത്ത് സൂക്ഷിച്ചവയുമായ ആഭരണങ്ങൾ അല്പനേരം പ്രജ്ഞാഹീനനായി തീർന്ന രാമന് ഞാൻ നൽകി. താന്യങ്കേ ദർശനീയാനി കൃത്വാ ബഹുവിധം തവ തേന ദേവപ്രകാശേന ദേവേന പരിദേവിതം. ദേവസദസ്സനായ ഭൗതിയുടെ ഭർത്താവ് സുന്ദരങ്ങളായ ആഭരണങ്ങൾ മടിയിൽ വെച്ച് പലതും ഓർത്തോർത്ത് വിലപിച്ചു. പശ്യതസ്ഥാനി രുദ്രതസ്താമ്യതശ്ച പുനഃ പുനഃ പ്രാദീപയൻ ദാശരഥേ സ്ഥാനി ശോകഹുദാശനം. വാവിട്ട് വിലപിക്കുന്ന ദാശരഥിയുടെ ശോകാഗ്നിയെ ആഭരണങ്ങൾ ആടിക്കത്തിച്ചു. ശയിതം ജാചിരം തേന ദുഃഖാർത്തേന മഹാത്മന മയാഭി വിവിധേർവ്യാക്യേ കൃശാത് ഉൽത്താപിതപ്പുന. ദുഃഖത്തിലാണ്ട് അദ്ദേഹം വളരെ നേരം ഒന്നും മിണ്ടാതെ കിടന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹത്തെ പിന്നെയും എഴുന്നേൽപ്പിച്ചു, സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. താനി ദൃഷ്ട്വാ മഹാർഹാണി ദർശയിത്വാ മുഹുർമുഹു രാഘവ സഹസൗമിത്രി സുഗ്രീവേ സംന്യവേദയത്. രാമൻ വിലപ്പെട്ട അവയെ പലവരും നോക്കുകയും ലക്ഷ്മണന് കാണിച്ചു കൊടുക്കുകയും ചെയ്ത ശേഷം സുഗ്രീവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സ തവാ ദർശനാദാര്യേ രാഘവ പരിതപ്യതേ മഹദാ ജ്വലതാ നിത്യം അഗ്നിനേവാഗ്നിപർവ്വത. ദേവി, ഭൗതിയെ കാണാത്തതിനാൽ ശ്രീരാഘവൻ കത്തിക്കാളുന്ന തീയാൽ അഗ്നിപർവ്വതം എന്ന പോലെ സദാ തപിച്ചുകൊണ്ടിരിക്കുന്നു. ത്വൽകൃതേ തം അനിദ്രാജ ശോകഛിന്ദാജരാഘവം താപയന്തി മഹാത്മാനം അഗ്ന്യാകാരമിവാഗ്നയ. സദാ ഭൗതിയെ ഓർത്ത് നിർനിദ്രനായി ദുഃഖിതനായി ചിന്താമഗ്നായി കഴിയുന്ന മഹാത്മാവായ രാഘവനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി അടുപ്പിനെ എന്ന പോലെ സദാ നീറ്റുന്നു. തവാ ദർശനശോകേന രാഘവ പ്രവിചാല്യതേ മഹദാ ഭൂമികമ്പേന മഹാനിവശിലോച്ഛയ. ഭീകരമായ ഭൂകമ്പത്താൽ വലിയൊരു പർവ്വതം എന്ന പോലെ ഭൗതിയെ പിരിഞ്ഞ ദുഃഖത്താൽ ശ്രീരാമൻ ചിതറിപ്പോയിരുന്നു. കാനനാനി സുരമ്യാണി നദീപ്രസ്രവണാനി ച ചരന്ന രതിമാപ്നോതി ത്വാം അപശ്യൻ നൃപാത്മജേ. മഹാരാജകുമാരി ഭൗതിയെ അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞ് നടന്ന രാമന് അതിമനോഹരങ്ങളായ കാനനങ്ങളും നദികളും കാട്ടരുവികളും അല്പം പോലും സന്തോഷം നൽകിയില്ല. സത്വാമനുജശാർദൂല ക്ഷിപ്രം പ്രാപ്സ്യതി രാഘവ സമിത്രബാന്ധവം ഹത്വാ രാവണം ജനകാത്മജേ. ജനകാത്മജേ, മാനവവീരനായ ശ്രീരാമൻ രാവണനെ ബന്ധുമിത്ര പുത്രസഹിതം വധിച്ച് വളരെ വേഗം ഭൗതിയെ വീണ്ടെടുക്കും. സഹിതോ രാമസുഗ്രീവ ഉപാവക കുരുതാം തഥാ സമയം വാലിനം ഹന്തും തവജാന്വേഷണം തഥാ. ബാലിയെ വധിക്കാനും ഭൗതിയെ അന്വേഷിച്ച് കണ്ടെത്താനും രാമസുഗ്രീവന്മാർ അപ്പോൾ തന്നെ ഉടമ്പടി ചെയ്തു. തതസ്ഥാഭ്യാം കുമാരാഭ്യാം വീരാഭ്യാം സഹരീശ്വര കിഷ്കിന്ധാ സമുപാഗമ്യ വാലീ യുധി നിപാ